എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ രാവിലെ പുതിയാപ്പളമാർക്ക് കൊടുക്കുന്ന കുറച്ച് ചായക്കടീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. കണ്ണൂർ ഭാഗത്തൊക്കെ കല്യാണം കഴിഞ്ഞ പാടില്ല പുതിയാപ്പളമാർക്കൊക്കെ രാവിലെ ചായക്ക് കടികളായിട്ട് കൊടുക്കുന്നത് ഇതൊക്കെയാണ്. ഒരു 4 തരം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. 4 തരം മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൽ 4 എണ്ണമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. പിന്നെ എല്ലാ കടികളും ഒരു ദിവസം തന്നെ കൊടുക്കുന്നതല്ല, പല പല ദിവസങ്ങളായിട്ട് മാറ്റിയിട്ടാണ് ഇത് കൊടുക്കൽ. കല്യാണം കഴിഞ്ഞ് പിറ്റേന്നൊക്കെ ഒരു 4-5 തരം കടികളൊക്കെ ഉണ്ടാവും. പിന്നെ ഓരോ ദിവസവും കുറച്ച് കൊണ്ടുവരും. 4 തരാക്കും, 3 തരാക്കും, പിന്നെ 2 തരം, അങ്ങനെയൊക്കെയാണ് കൊടുക്കൽ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ചായക്കടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നേന്ത്രപ്പഴം, മുട്ട, ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 നേന്ത്രപ്പഴമാണ് എടുത്തിന്. അതിതാ ഇതുപോലെ നടുവിൽ നിന്ന് കട്ട് ചെയ്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. ഇത് പഴം വാട്ടിയത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ പഴവും തൊലിയെല്ലാം കളഞ്ഞ് നടുവിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെക്കുക. ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് നടുവിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഓരോ പഴവും എടുത്തിട്ട് ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പഴം മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ബ്രെഡ് വാട്ടാനുള്ള മുട്ട ഒന്ന് ബീറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര, മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. ഇന്ന് കാണിക്കുന്നതിൽ 3 കടികളും മധുരമുള്ള കടികളാണ്. ഒന്ന് മാത്രമേ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കടിയുള്ളൂ. അപ്പം എരിവുള്ള കടികളാണ് പുതിയാപ്പിളാർക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് എരിവുള്ള കടികൾ മാത്രം ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിതാ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നടുവിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചായക്കടികൾ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. 4 എണ്ണമൊന്നും നമ്മൾ പുതിയാപ്പിളാർക്ക് രാവിലെ കൊടുക്കില്ല, 2 എണ്ണമാണ് കൊടുക്കൽ. ഒരു പ്ലേറ്റിൽ 2 എണ്ണമാണ് വെച്ച് കൊടുക്കൽ. പിന്നെ നാടൻ മുട്ട തന്നെയാണ് കേട്ടോ അധികവും പുതിയാപ്പിളാർക്ക് കൊടുക്കൽ. വഴിയുള്ള വീടുകളിലൊക്കെ ആദ്യമേ നമ്മൾ ഏൽപ്പിച്ച് വെക്കും നാടൻ മുട്ടക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നാടൻ മുട്ട കിട്ടുമെങ്കിൽ നാടൻ മുട്ട തന്നെ എടുക്കുക. നാടൻ മുട്ട കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മുട്ട എടുത്തിന്. ഇനി അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് പുഴുങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് ഞാനിതാ മറ്റൊരു അടുപ്പത്ത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ബ്രെഡ് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു മുട്ട മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് കട്ട് ചെയ്തെടുത്ത ബ്രെഡിൽ നിന്നും ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മുക്കിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. 1 മിനിറ്റെല്ലാം ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ കൂട്ടി വെക്കരുത് കേട്ടോ, ചെറിയ തീയിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അങ്ങനെ ഇതാ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇത് പൊരിച്ചെടുക്കാം. ബ്രെഡ് വാട്ടിക്കഴിഞ്ഞതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ഞാനിതാ ഒന്ന് തുടച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പഴം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഗീയിൽ തന്നെ ചെയ്യുക കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഓരോരോ പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തേച്ച് മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. പഴം നമ്മൾ 2 രീതിയിൽ ചെയ്യലുണ്ട് കേട്ടോ. ഒന്ന് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വാട്ടിയെടുക്കൽ, പിന്നെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ മുട്ടയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കലുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് പഴം നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പഴം വാട്ടിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പഴം വാട്ടിയെടുക്കാം. കുറച്ചും കൂടെ പഴം വാട്ടിയെടുക്കാനുണ്ട്, അതുകൂടെ ഞാൻ വാട്ടിയെടുക്കലാണ്. അപ്പോൾ ഇതാ പഴവും വാട്ടിയെടുത്ത് അതുപോലെ ബ്രെഡ് പൊരിച്ചെടുത്ത് പിന്നെ മുട്ട നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ചത് നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ പുഴുങ്ങിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ബുൾസൈയാണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ഉപ്പ് വിതറി കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ വിതറിയിട്ട്
അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ചെറിയ തീയിൽ അടച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ചെറിയ തീയിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ മുട്ടൻ്റെ അടിഭാഗം പെട്ടെന്ന് നിങ്ങൾക്ക് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബുൾസൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാനൊരു 2 ബുൾസൈ കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അല്പം ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കുക, മുട്ട ഉടച്ച് വയ്ക്കുക, അല്പം ഉപ്പിട്ട് കൊടുക്കുക, കുരുമുളകിൻ്റെ പൊടി വിതറി കൊടുക്കുക. 2 മിനിറ്റോളം ചെറിയ തീയിൽ അടച്ച് വെക്കുക. അതിനുശേഷം എടുത്തിട്ട് സർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. അപ്പോൾ ഇതാ ബുൾസൈയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായക്ക് കടികൾ 4 റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് പാല് അതുപോലെ ചായ എല്ലാം ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ പാല് കാച്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് പാലും കാച്ചിയെടുക്കാം. അപ്പോൾ പാല്, ചായ, അതുപോലെ ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കൂടെ കുടിക്കാൻ കൊടുക്കൽ. അപ്പോൾ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ 4 ചായക്ക് കടികളും ഞാനിവിടെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. പഴം വാട്ടിയത്, ബ്രെഡ് വാട്ടിയത്, അതുപോലെ മുട്ട പുഴുങ്ങിയത്, ബുൾസൈ. പിന്നെ ആ പഴം വാട്ടിയതിലേക്ക് കുറച്ച് പഞ്ചസാര മുകളിൽ വിതറി കൊടുക്കുക. പിന്നെ കാച്ചിയെടുത്ത പാലിത ഇതുപോലെ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത കപ്പിൽ ഞാൻ കുറച്ച് നല്ല കടുപ്പത്തിലൊരു ചായ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചായ, പാല് അല്ലെങ്കിൽ ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനെ ഏതെങ്കിലും ആണ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ രാവിലെ പുതിയാപ്പിളാർക്ക് ഉണ്ടാക്കി കൊടുക്കൽ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോന്നായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ രാവിലെ പുതിയാപ്പിളാർക്കൊക്കെ ഇങ്ങനെയാണ് കൊടുക്കൽ. ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.